ബഹദൂർക്കയാണ് എന്നോട് പറഞ്ഞത്, നീ കല്യാണം കഴിക്കണം, നിനക്ക് കുട്ടികളുണ്ടാവണം, ആ കുട്ടിയെ നീ നന്നായിട്ട് പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കണം എന്നൊക്കെ എന്നോട് ബഹദൂർക്ക പറഞ്ഞു. ആദ്യ പ്രണയം പറഞ്ഞൊരു ദിവസം അത് എല്ലാവർക്കും സ്പെഷ്യൽ ആയിരിക്കും. അത് ഓർക്കുന്നുണ്ട് ആദ്യ പ്രണയം? ഇല്ല, അത് ഓർക്കുന്നൊന്നുമില്ല. കാരണം കാടടച്ച് വെടിവെക്കുന്നതിന് എന്തോർത്തിരിക്കാനായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരാളുടെ പുറകെ തന്നെ പോയി അത് വർക്കൗട്ടാക്കി അങ്ങനെ എടുക്കലൊക്കെ സമയം ഉണ്ടാവില്ല. എത്ര പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഓർത്ത് വയ്ക്കുന്നത്? അല്ല, ഞാൻ അങ്ങോട്ടാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ല. എന്താ പറയുന്നത്, അൺലിമിറ്റഡ് എന്നൊക്കെ പറയില്ലേ, എണ്ണമില്ലാത്തോളം ഉണ്ട്. ഇങ്ങോട്ട് 2-3 എണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജിമ്മിൽ പോയി അവിടെ കയറി എല്ലാ കാര്യങ്ങളൊന്നും നോക്കിയപ്പോൾ ഒന്നും നമുക്ക് സെറ്റാവുന്നില്ല. ആകെ ഏറ്റവും കുറഞ്ഞ 1 കിലോയുടെ 2 ഡമ്പൽ ഒഴിച്ച് വേറെ ഒന്നും അവിടെ എനിക്ക് പറ്റുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ജലാമേട്ടൻ്റെ ഏജും എൻ്റെ ഏജും നാട്ടുകാർക്കൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് നിൽക്കുമ്പോൾ അത് അച്ഛനായിട്ട് തോന്നിയില്ലെങ്കിൽ അടപടലും പൊളിയും. അപ്പോൾ അതൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നതും ഇതും പൊട്ടിച്ച് ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് തരുന്നത് മമ്മൂക്കയാണ്. ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. ഗിനസ് എന്ന് പറഞ്ഞിട്ട് 1-2 ഷോട്ടിന് വിളിച്ചപ്പോൾ മമ്മൂക്ക ഗിനസ് അടാ എന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടനെ വിളിച്ചത്. നീ ഇവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞ കോട്ടയത്തോട്ട്. നിനക്കൊരു ലൈഫ് തരാൻ പോകാന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ മേളിൽ കയറിയിട്ട് താഴേക്ക് നോക്കിയപ്പോൾ എൻ്റെ കൈയും കാലും പറിച്ചു. ദിലീപേട്ടൻ പറയുന്നുണ്ട് താഴെ നിന്ന്, അവൻ്റെ സൈസിന് അത് 10 നില കിട്ടണോ കേട്ടോ എന്ന് പറയുന്നുണ്ട്. നീ ചാടിക്കൂടാ, ഞാൻ പിടിച്ചോളാന്ന്. ഞാൻ ചാടി, ഉള്ളി പിടിച്ചില്ല, ഞങ്ങൾ 2 പേരോട് ഒന്നിച്ച് വീണു. അത്ഭുത ദ്വീപിൽ എനിക്ക് സ്റ്റെപ്പ് ഇട്ട് തന്നിട്ട് കലാമാസ്റ്റർ താടിക്ക് കൈ കൊടുത്ത് നിൽക്കുന്ന ആ രംഗം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതോടുകൂടി ഞാൻ ഒളിച്ച് നിൽക്കാറ് ഈ ഡാൻസ് വരുന്ന സമയത്ത് മാത്രം. കൂടെയുള്ളത് ഗിന്നസ് ബക്രു ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പുതിയ സിനിമയാണ് കുടുംബശ്രീയും കുഞ്ഞാടും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര്, സ്ത്രീയും കുഞ്ഞാടും എന്ന് പറഞ്ഞിട്ട്? അതെനിക്കൊന്നത് സിനിമ കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാപരമായിട്ട് ആ ഒരു പേര് യോജിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് സംവിധായകൻ അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്തെന്ന് തോന്നുന്നു. ഒട്ടും തെറ്റിദ്ധരിക്കേണ്ട, കുഞ്ഞാട് ഞാനല്ല. കാരണം കുടുംബശ്രീ കുഞ്ഞാടും എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു വരുന്നിടത്തൊക്കെ എന്നെ സംശയിക്കാറുണ്ട്. ഒരിക്കലും അല്ല, ഞാനല്ല. ഇതിന് ട്രെയിലറൊക്കെ കാണുമ്പോൾ ഒരു റീയൂണിയൻ, അതിനൊരു തട്ട് കൊടുക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. റീയൂണിയൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് കുഴപ്പമുള്ള പരിപാടിയാണോ? അങ്ങനെ ഒരു കുഴപ്പമുള്ളൊരു പരിപാടിയില്ല. സിനിമയിൽ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ, എനിക്ക് ട്രെയിലറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ. ഇതിലിപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റേജ് ഷോകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഗാനമേളയും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പഴയ സ്റ്റേജ് ഷോ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു? പഴയതല്ല, എപ്പോഴും അതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പഴയതെന്ന് പറയാൻ പറ്റില്ല. അത് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം 2 സ്റ്റേജോളം ഞങ്ങൾ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഒന്നൊരു പള്ളിയുടെ സ്റ്റേജുണ്ട്, ഒന്നൊരു അമ്പലത്തിൻ്റെ സ്റ്റേജുണ്ട്. അപ്പോൾ അവിടെ സ്റ്റേജിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന് നമുക്ക് തോന്നുന്നൊന്നുമില്ല. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന അതേ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഷോട്ട് കട്ടായാലും മാറി നിൽക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അതിനകത്ത് ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കഥാപാത്രം ട്രിപ്പിൾ കോങ്കോഡ്രം വായിക്കുന്ന ആളാണ്. അറിയാമല്ലോ, വലിയ സാധനമാണ്. 3 ഉണ്ട്. അപ്പം ഞാൻ ഡയറക്ടറോട് ചോദിച്ചു ഏത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഫ്ലൂട്ട് എടുത്ത് കൈ പിടിച്ചു. കാരണം എനിക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം അതായിരിക്കുന്നുള്ളതുകൊണ്ട് ഇതുകൊണ്ട് തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേണ്ട, എനിക്കത് മതി. അതോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരാണ് മഹേഷേട്ടൻ അത്ഭുതത്തോടെ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കയറി ഒരു കസേരയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ കയറി കൊട്ടു തുടങ്ങിയപ്പോഴാണ് ഡയറക്ടർ മനസ്സിലായത് ഇതിൽ ഇയാൾക്ക് എന്തോ ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത്. ഞാൻ പണ്ട് പഠിച്ചത് 2 മാസം കോട്ടയം ജവഹർ ബാലഭവനി. കാരണം എനിക്ക് പല ഉപകരണങ്ങളും അവിടെ ഒരുപാട് ഉപകരണങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതിൽ നമുക്ക് കൈക്ക് പറ്റുന്ന ഒരു സാധനമില്ല. തബല വായിക്കുമ്പോഴത്തേക്കിന് ആ ഡെക്കാന്ന് പറയുന്ന ഐറ്റത്തിലേക്ക് കൈ വരുമ്പോൾ അത് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എല്ലാം കീബോർഡ് വരെ നോക്കിയപ്പോൾ അതൊന്നും പറ്റും. പിന്നെ നോക്കിയപ്പോഴാണ് ഈ സാധനം കിട്ടിയത്, കോങ്കോഡ്രം. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, നടേശൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹമായിരുന്നു ഗുരു. അപ്പോൾ അങ്ങനെ ഒരു 2-2.5 മാസം അഭ്യസിച്ചു. അതിനുശേഷം പിന്നീട് ഈ സിനിമയ്ക്കാണ് അത് ഗുണം ചെയ്തത്. അതിൻ്റെ പിറകെ നിന്ന് കൊട്ടുമ്പോൾ അത് കൊട്ടുന്ന ആളാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പാട്ടിനെ പറ്റി പറയുമ്പോൾ നല്ല പാട്ടുകളുണ്ട്. നമ്മൾ പാട്ട് സ്റ്റേജിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഓഡിയൻസ് അത്യാവശ്യം നല്ല റെസ്പോൺസൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റേജ് അനുഭവങ്ങളും. ഇപ്പം ജാഫർക്ക് ഒക്കെ ആയിട്ടാണല്ലോ ഒന്നിച്ച് നിൽക്കുന്നത്. ഒരുപാട് സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ പഴയ സ്റ്റേജിൻ്റെയും ഗാനമേള സ്റ്റേജിൻ്റെയും ഒക്കെ ഓർമ്മകൾ അയവിറക്കുക. ഇനിയിപ്പോൾ ഇതിൽ ഈ അടുത്ത് വരാൻ പോകുന്ന അബദ്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു ഷൂട്ട്. അതുപോലെ ധ്യാൻ ശ്രീനിവാസന്റെ കൂടെയുള്ള ഒരു ആദ്യ സിനിമയല്ലേ? ഇപ്പൊ ധ്യാനിന് പൊതുവിലൊരു അയലത്തെ വീട്ടിൻ പയ്യൻ എന്നൊരു ഇമേജ് കൊണ്ട് അപ്പോൾ കൂടെയുള്ള ഒരു കോമ്പിനേഷൻസിന് എങ്ങനെയാണ് തോന്നിയത്? അല്ല, ധ്യാന് പെട്ടെന്ന് നമ്മളായിട്ട് സിങ്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു അപരിചിതത്വമോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വന്നു പെട്ടെന്ന് തന്നെ ആ കഥാപാത്രം അല്ലെങ്കിൽ ഡയറക്ടർ എന്താണോ പറയുന്നത് അതിലേക്ക് വരികയും ആ സെറ്റുമായിട്ട് പെട്ടെന്ന് ഇണങ്ങി ചേരുകയും, ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുകയാണെന്നോ അല്ല ആദ്യമായിട്ട് പരിചയപ്പെട്ടിട്ട് ഫസ്റ്റ് സിനിമയാണെന്നുള്ള രീതിയൊന്നുമില്ല. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തമാശയും കാര്യങ്ങളും അങ്ങനെ ഒരു എന്താ പറയുന്നത് നല്ലൊരു എന്താ ഒരു ടീം വർക്ക് അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ശരിക്കും ഞങ്ങളുടെ ട്രൂപ്പ് പോലെ തന്നെ ഒരു നല്ലൊരു ഗ്യാങ് ആയി മാറി. ഇടവേള സമയങ്ങളിലൊക്കെ തമാശകൾ പറയുകയും നല്ല ഈ കൗണ്ടർ ഭയങ്കര ആണെന്ന് പറയാറുണ്ടല്ലോ ധ്യാനിന്റെ. ഇല്ല, ധ്യാൻ അങ്ങനെ എൻ്റെ ഒക്കെ അടുത്ത് വന്നിട്ട് കാര്യമായിട്ട് കൗണ്ടർ അടിക്കാനുള്ള ഒരു സംഭവം ഉണ്ടായില്ല. കാരണം വളരെ ഫാസ്റ്റായിട്ട് ഷൂട്ട് പോവുക, അങ്ങനെ വലിയ സമയങ്ങൾ. എന്നാലും ഉള്ള സമയത്ത് പുള്ളി ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്നൊക്കെ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തിരിച്ചും കൗണ്ടർ അടിക്കുമല്ലോ. അല്ല, ഞങ്ങൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്കാണ് പോകുന്നത്. കോട്ടയത്താണ് ഷൂട്ട് നടന്നത്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഷൂട്ടിങ്ങിന് പോകാൻ പറ്റുന്നത്. കോട്ടയത്ത് ബോഡി ഗാർഡായിരുന്നു ലാസ്റ്റ് എനിക്ക് തോന്നുന്നത്. ബോഡി ഗാർഡാണോ പട്ടണത്തിൽ ഭൂതമാണോ. അപ്പോൾ അത്രയും കാലത്തിന് ശേഷം പിന്നെ ഇങ്ങനെ സിനിമ ചെയ്തപ്പോൾ അത് കോട്ടയത്തായപ്പോൾ കൂടുതൽ സമയം ഷൂട്ടില്ലാത്ത സമയത്ത് വീട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ ഇടവേളകൾ ഒന്നിച്ചു കൂടാൻ പറ്റിയിട്ടില്ല. ഈ റീയൂണിയനെ പറ്റിയൊക്കെ പറയുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ഈ റീയൂണിയനുകളൊക്കെ ചേട്ടനെ എക്സൈറ്റ് ചെയ്യിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നമ്മുടെ ആ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ നമ്മൾ എൻജോയ് ചെയ്ത സ്ഥലത്തേക്കും അന്നേരം കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വന്നിട്ട് അവരുടെയൊക്കെ ചിലപ്പോൾ മിക്കവാറും അവർക്കൊക്കെ എന്നെ കാണുമ്പം എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല. കാരണം എന്താ പറയുന്നത്, നോട്ടബിളായിട്ടുള്ളൊരാൾ, പിന്നെ ഇങ്ങനൊരു പ്രത്യേകത കൂടെ ഉള്ളതുകൊണ്ട് ആരും മറക്കൂല. പക്ഷെ എൻ്റെ കൂടെ പഠിച്ചവർ പലരും എൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ എനിക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത്രയും വ്യത്യാസമായി. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. ഈ റീയൂണിയൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ തന്നെ ഈ പഴയ കാമുകി കാണുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പണ്ടൊരു ഇൻ്റർവ്യൂ ചേട്ടൻ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ ഹംസമായി പോയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ ഹംസം തന്നെ ഒരിക്കൽ പ്രണയം പറഞ്ഞൊരു കഥയുണ്ടായിരുന്നല്ലോ. ഒരാദ്യ പ്രണയം പറഞ്ഞൊരു ദിവസം അത് എല്ലാവർക്കും സ്പെഷ്യൽ ആയിരിക്കും. അത് ഓർക്കുന്നുണ്ട്? ആദ്യ പ്രണയം പറഞ്ഞില്ല, അത് ഓർക്കുന്നൊന്നുമില്ല. കാരണം കാടടച്ച് വെടിവെക്കുന്നതിന് എന്തോർത്തിരിക്കാനായിട്ട്. കാരണം ഹംസത്തിന് മനസ്സിലായി അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരാളുടെ പുറകെ തന്നെ പോയി അത് വർക്കൗട്ടാക്കി അങ്ങനെ എടുക്കലൊക്കെ സമയം ഉണ്ടാവില്ല. പിന്നെ എനിക്ക് മുന്നിൽ അധികം സമയം ഉണ്ടായിരുന്നില്ല, കാരണം ഡിഗ്രി ഫൈനൽ ഇയറിലേക്ക് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഓർമ്മകളൊന്നുമില്ല. പിന്നെ കുറേ എന്താ പറയുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്നത്തെ പോലെ നമുക്ക് ഈ പറഞ്ഞ വാട്സാപ്പും അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോകല അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. കോളേജിൽ വരുന്നു, കൂട്ടുകാരൊക്കെ കൂടി തന്നെ ഇരുന്ന് സംസാരിക്കുന്നു, ചെറിയൊരു ചിരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ നോട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രേമിച്ചിട്ടുള്ള പിള്ളേരെയൊക്കെ ഓർമ്മയുണ്ട്, കുറച്ചുപേരെയൊക്കെ. എത്ര പ്രണയങ്ങളുണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഓർത്ത് വയ്ക്കുന്നത്? അല്ല, ഞാൻ അങ്ങോട്ടാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ല. എന്താ പറയുന്നത്, അൺലിമിറ്റഡ് എന്നൊക്കെ പറയില്ലേ, എണ്ണമില്ലാത്തോളം ഉണ്ട്. ഇങ്ങോട്ടും 2-3 എണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട് കോളേജ് പഠിക്കും. അതുപോലെ ഈ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു. വിഷു എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ജിമ്മിൽ പോകാൻ തുടങ്ങിയത്. ജിമ്മിൽ പോയി അവിടെ കയറി എല്ലാ കാര്യങ്ങളൊന്നും നോക്കിയപ്പോൾ ഒന്നും നമുക്ക് സെറ്റാവുന്നില്ല. ആകെ ഏറ്റവും കുറഞ്ഞ 1 കിലോയുടെ 2 ഡമ്പൽ ഒഴിച്ച് വേറെ ഒന്നും അവിടെ എനിക്ക് പറ്റുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പലതും പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തു. വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. അതായിരുന്നു സംഭവിച്ചത്. ഈ കുതിര സവാരിയും ഒക്കെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. കുതിരയുടെ മേളിൽ കയറ്റി വെച്ച് ആക്ഷൻ പറഞ്ഞാൽ പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. കാരണം കുതിരയ്ക്ക് തോന്നണം വരണമെന്നും, പിടിച്ചാലൊന്നും നിൽക്കില്ല. അതിൻ്റെ മൈൻഡ് സെറ്റിനനുസരിച്ച് പിന്നെ നമ്മൾ പോവുക. പിന്നെ അടുത്ത റീടേക്ക് വരുമ്പോൾ ഒന്ന് കറങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഒരു ലെവലിലൊക്കെ ആയിട്ട് ഞങ്ങൾ വരും, 2 പേരും കൂടെ. അങ്ങനെയാണ് വരവ്. സംവിധാനത്തിലേക്ക് കടന്നു. കുട്ടികോലും പറഞ്ഞ സിനിമ സംവിധാനം ചെയ്യുന്നു. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകാനുള്ളൊരു ധൈര്യം തന്നത് ആരായിരുന്നു? സംവിധാനം എന്നാന്ന് അറിയാൻ മേലാത്തോണ്ടാണോന്നാണോ ചോദ്യം? അല്ല, പിന്നെ അങ്ങനെ ഒരു ചെയ്യാം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം മുഴുവൻ റിസ്ക് അല്ലേ, ഒരുപാട് റിസ്ക് എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടിക്കാലം തൊട്ടേ ഇൻട്രസ്റ്റാണ് സംവിധാനത്തോട്. കൂട്ടുകാരെ എല്ലാം കൂടി ഡ്രാമ ഞാൻ തന്നെ എഴുതി, ഈ പറഞ്ഞ പോലെ തന്നെ അവരെ വെച്ച് അഭിനയിപ്പിച്ചു. ഞാൻ അഭിനയിക്കില്ല, അവരെ വെച്ച് അഭിനയിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ ചാനൽ റിയാലിറ്റി ഷോയിൽ വരെ പോയിട്ടുണ്ട്. ഞാൻ സീറ്റ് എഴുതി കൂട്ടുകാരുമായിട്ട് പോയിട്ട്.
പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ മിമിക്രി സെറ്റപ്പിലേക്ക് വന്നപ്പോഴത്തേക്കിന് ചാനൽ പ്രോഗ്രാമുകൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതുക, അത് ഡയറക്റ്റ് ചെയ്യുക, അതുപോലെയൊക്കെയായി. പ്രത്യേകിച്ച് ഈ ഓണം, ക്രിസ്മസ് തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ സ്പെഷ്യൽ ഷോകളൊക്കെ വരാറുണ്ട്. അതൊക്കെ നമ്മൾ തന്നെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് തന്നെ. എങ്കിലും ഈ സംവിധാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, സംവിധാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സജഷൻ ഏതെങ്കിലും ഒരു സംവിധായകനോട് ചോദിക്കുമല്ലോ, അങ്ങനെ ആരോടെങ്കിലും ചോദിക്കാൻ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ? ഇപ്പം ഈ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ കൊണ്ടിരിക്കുമ്പം എനിക്ക് വേണമെങ്കിൽ മഹേഷ് ചേട്ടൻ്റെ അദ്ദേഹത്തോടൊപ്പം ബിഗ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോഴത്തുള്ള അനുഭവങ്ങൾ പറയാൻ പറ്റും. എൻ്റെ അടുത്ത് ഒരുപാട് സജഷൻസ് ചോദിച്ചിട്ടുണ്ട്. തിരിച്ച് എൻ്റെ സജഷൻസ് ചിലതൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ചിലത് അദ്ദേഹം എന്നോട് സജസ്റ്റ് ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് ഡിസ്കഷൻ ചെയ്തിട്ട് ഉണ്ടായൊരു സിനിമയാണ് ബിഗ് ഫാദർ എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് പലതും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അദ്ദേഹത്തിന് സംശയമുള്ള ചില ഏരിയകളുണ്ടായിരുന്നു. പിന്നെ ചിലത് എനിക്ക് ആ കഥാപാത്രം തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. വന്നപ്പോൾ തന്നെ അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസാണ്, നിങ്ങൾ ഇങ്ങനെ നിന്ന് ജയറാമേട്ടന് മുമ്പിൽ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ സ്ക്രൂ ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയാണ്. അപ്പോൾ അതൊക്കെ ഓർക്കുവാണ്. ഇപ്പോൾ ജയറാമേട്ടൻ്റെ അച്ഛനായിട്ട് വരുന്നു, ആ ഒരു ക്യാരക്ടർ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് എന്തായിരുന്നു? എക്സൈറ്റ് ചെയ്യിച്ചത് എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതലില്ല. ഒന്ന് ജയറാമേട്ടൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ജയറാമേട്ടുമായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുന്ന വിദേശ പരിപാടികൾക്കൊക്കെയാണ്, സ്റ്റേജ് ഷോയ്ക്കൊക്കെയാണ്. ജയറാമേട്ടൻ്റെ ഏജും എൻ്റെ ഏജും നാട്ടുകാർക്കൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് നിൽക്കുമ്പോൾ അത് അച്ഛനായിട്ട് തോന്നിയില്ലെങ്കിൽ അടപടലും പൊളിയും. അപ്പോൾ അതൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ജയറാമേട്ടനും നൽകിയൊരു കോൺഫിഡൻസ് ഉണ്ട്, ഡയറക്ടർ, ബാക്കി എല്ലാവരും. അതങ്ങനെ അങ്ങ് സംഭവിക്കുമായിരുന്നു ബിഗ് ഫാദർ. ശരിക്കും ജീവിതം മാറ്റുന്നത് അത്ഭുതദ്വീപാണ് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കില്ലേ? 100%. കാരണം അത്ഭുതദ്വീപ് ഒരു എപ്പോഴും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതമാണ്. കാരണം നമ്മളിലൊക്കെ ഹീറോയിസം ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദ്വീപിൽ നടക്കുന്ന ഒരു കഥ. അതങ്ങനെ പറഞ്ഞ അത്ഭുതദ്വീപിനെ കുറിച്ച് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും വലിയ സന്തോഷം ഇനിയിപ്പോൾ അത്ഭുതദ്വീപിൻ്റെ സെക്കൻഡ് ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു. സ്ക്രിപ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് ഉടനെ അതിൻ്റെ മറ്റു പരിപാടികളിലേക്ക് കടക്കും. ഈ കുട്ടികളുടെ ഒരു പ്രിയപ്പെട്ട താരമായി മാറുന്നതും ഈ അത്ഭുതദ്വീപിൻ്റെ സമയത്ത് തന്നെയല്ല. കാരണം ഒരുപാട് അമ്മമാർ വന്ന് ചേട്ടനെ കണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു. ചേട്ടൻ പറയുന്നത് അത്ഭുതദ്വീപ് ഇറങ്ങുന്ന അന്നത്തെ കുട്ടികൾക്ക് ഇപ്പോൾ പ്രായപൂർത്തിയായി. ഇപ്പോൾ അവർ വന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിലെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ എങ്ങനെ തന്നെ ആയിരിക്കും, ചെറുപ്പത്തിൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ചെയ്യിച്ച് അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെ വീട്ടിൽ നിന്ന് പോയി കാണണമെന്ന് നിർബന്ധം പിടിച്ച സിനിമയാണ് അത്ഭുതദ്വീപ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ചാനലിൽ ഏഷ്യാനെറ്റിലാണ് കൂടുതലും അത്ഭുതദ്വീപ് വരുന്നത്. ഓരോ തവണ റീടെലികാസ്റ്റ് വരുമ്പോഴും പുതിയ പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 18 വർഷമായിട്ട് എനിക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും എവിടെ വേദികളിൽ ചെന്നാലും സിനിമ കാര്യങ്ങളിൽ ചെന്നാലും ഒരു ചോദ്യം ഈ പറഞ്ഞ പോലെ അത്ഭുതദ്വീപിനെ കുറിച്ചാണ്. അതെനിക്ക് തോന്നുന്നത് വിനയൻ സാർ എന്ന ഡയറക്ടറുടെ ഒരു ഏറ്റവും വലിയൊരു ധൈര്യത്തിൻ്റെ വിനയൻ സാറിൻ്റെ ഒരു ധൈര്യത്തിൻ്റെ ഒരു റിസൾട്ടാണ് അത്ഭുതദ്വീപ്. കാരണം ഇത്രയും പേരെ വെച്ച് കൈകാര്യം ചെയ്യാതും വളരെ ചെറിയ എന്താ പറയുക, നമ്മുടെ മലയാള സിനിമയിൽ ആ സമയത്ത് വലിയ സെറ്റും വലിയ സെറ്റപ്പും അതുപോലെ അത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്ത് ഒരു 10, 40, 45, 50 ദിവസം കൊണ്ടൊരു സിനിമ അങ്ങനെ തുറന്ന് ചെയ്ത്, പ്രത്യേകിച്ച് VFXനും ഗ്രാഫിക്സിനൊക്കെ ഒരുപാട് സാധ്യതകളുള്ള അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയും ആളുകളെ കണ്ടെത്തി. അത് മാത്രമല്ല, അതിൽ എന്നെ പോലുള്ള ഒരാൾ ഇത്രയും നമുക്ക് നമ്മുടെ പരിമിതികൾ അറിയാമല്ലോ, അത് വെച്ചിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രം ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഓക്കെ. അതുപോലെ മമ്മൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതായത് അജയൻ എന്ന് വിളിക്കണമെന്ന് മമ്മൂക്കയ്ക്ക് ഭയങ്കര നിർബന്ധമാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്കിലും പക്ഷേ ഗിന്നസ് എന്ന പേരോട് ചേർത്ത് വിളിച്ചതും മമ്മൂക്ക തന്നെയല്ലേ? നമ്മൾ ഒരു ഗിന്നസ് അവാർഡ് വരുമ്പോൾ മമ്മൂക്കയുടെ സെറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നതും ഇത് പൊട്ടിച്ച് ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് തരുന്നത് മമ്മൂക്കയാണ്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഗിന്നസ് എന്ന് പറഞ്ഞിട്ട് 1-2 ഷോട്ടിന് വിളിച്ചപ്പോൾ മമ്മൂക്ക ഗിന്നസ് അടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളതങ്ങ് ഏറ്റെടുത്താണ്. അവിടെ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് തന്നെ അത് മേടിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതുപോലെ തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റുകയെന്നുള്ളത്. പിന്നെ അജയ് അടാജ അങ്ങനത്തെ ഒരു രീതിയാണ്. ഒരു പ്രാങ്ക് കോളിലാണ് തുടങ്ങുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഞാൻ വിചാരിച്ചില്ല മമ്മൂക്കയെ വിളിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദുബായിലൊരു റേഡിയോയിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്നൊരു കോൾ വരുന്നു.
രമേഷ് പയ്യന്നൂർ, അദ്ദേഹമാണ് കണക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ച എൻ്റെ കൂട്ടുകാരാരെങ്കിലും, അവിടെ കുറേ മമ്മൂക്കയുടെ ശബ്ദമുള്ള നല്ല ശബ്ദമുള്ള ആൾക്കാരുണ്ട്, അവരെന്നെ പ്രാങ്ക് ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ പയ്യെ ആദ്യം ചെറിയതായിട്ട്, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം രമേശ് ചേട്ടൻ വളരെ ഭവ്യതയോടെയാണ് സംസാരിക്കുന്നത്. എന്നോട് മാത്രവും ഞാൻ മാത്രമാണ് ചോദ്യം ചോദിച്ചിരുന്നത്, ഞാൻ പെട്ടുപോയെന്നെ, കുഴപ്പമായെന്നെ. പക്ഷെ ഇതല്ല, അദ്ദേഹം കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഞാൻ അറിഞ്ഞു, ഈ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്ക അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംശയത്തിൻ്റെ എന്ന് വെച്ചാൽ സംശയത്തിൻ്റെ നിഴലിലാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്ന മുഴുവൻ. ഞാൻ വിട്ടു പറയുന്നില്ല, എന്നാൽ മമ്മൂക്കയാണെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമുണ്ടാവാത്ത രീതിയിലാണ്. പക്ഷെ ഒടുവിൽ മനസ്സിലായി മമ്മൂക്കയാണ്. അതെ, പറയുമ്പോൾ കുഞ്ഞിക്കുരനാണ് എനിക്ക് ആദ്യം ഓർമ്മ വരും. ചേട്ടനെ വെറൈറ്റി ഒരു ലുക്കിൽ കാണുന്നത് ആ കുഞ്ഞിക്കുരൻ എന്നുള്ള സിനിമയിലാണ്. അതിൽ ആ ഒരു വേഷത്തിന് വേണ്ടി ചേട്ടനെ വിളിക്കുമ്പോൾ ചേട്ടനോട് എങ്ങനെയായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ഒരു വേഷമാണ് എന്നുള്ളത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്? ദിലീപേട്ടനെ വിളിച്ചത്, നീ ഇവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞ കോട്ടയത്തുണ്ട്. നിനക്കൊരു ലൈഫ് തരാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ലൈഫോ? നീ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ തൊടുപുഴ ചെല്ലുന്നു. അന്നേരമാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഭവമാണെന്ന്. അപ്പം എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പടം ഞാൻ കൂട്ടുകാരോടും വീട്ടുകാരോടും ആരും പറഞ്ഞില്ല. ജസ്റ്റ് ഷൂട്ടിങ്ങിന് പോകുന്നൊന്ന് വീട്ടിൽ പറഞ്ഞെങ്കിൽ ഇതാണ് സംഗതി എന്നൊന്നും പറഞ്ഞില്ല. കാരണം നമ്മുടെ ആദ്യകാലത്ത് നമുക്കൊരു അനുഭവമുണ്ട്, എഡിറ്റ് ചെയ്ത് കെട്ടി കംപ്ലീറ്റ് കളയുന്നത്. അപ്പോൾ ഇത് വർക്കൗട്ട് ആയില്ല, ഇത് പോകും. കാരണം ഒരു സീനേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പെൺവേഷം കെട്ടിയിട്ടുണ്ട് ജോക്കറിൽ, ഞങ്ങളൊന്നിച്ച്. അപ്പോൾ ഇതെങ്ങനെ ഇതാവും അറിയില്ലല്ലോ. പക്ഷേ ഞാൻ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്, ഷോക്കായിപ്പോയി ശരിക്കും. എനിക്ക് തന്നെ എന്നോട് ദേഷ്യം തോന്നിപ്പോയാ. അതുകൊണ്ട് കാരണം ആ സിനിമയുടെ ഫോക്കസ് കുഞ്ഞുമോനിന് അനുകൂലമാണ്. ഇങ്ങനെ ഇത്രയും കുഴപ്പമുള്ളൊരു പെണ്ണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുക എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന സാധനമില്ലേ, അത് അദ്ദേഹത്തെയൊക്കെ കുഴപ്പമുള്ള ആളായി കിടന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കിന് എനിക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സീനിലെ ആ കഥാപാത്രത്തെക്കുറിച്ച് ഒരുപാട് അമ്മമാരും പ്രായമായ ചേച്ചിമാർ അങ്ങനെ കുറേ ആളുകൾ ആ കഥാപാത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നു അതൊക്കെ വളരെ എന്താ പറയുന്നത്, ഈ വീണ് കിട്ടുന്ന ചില ഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽ ഞാനത് കൂട്ടുവാണ് ആ ക്യാരക്ടർ. ഈ വീണ് കിട്ടുന്ന പറഞ്ഞപ്പോഴാണ് ഈ ജോക്കറിൽ തെങ്ങിന്ന് താഴെ വീഴുന്ന ഒരു സീനുണ്ട്, അത് ദിലീപേൻ്റെ കയ്യിൽ വീഴുന്ന സീൻ. ദിലീപേൻ്റെ കൈകൾ ഇത്രയ്ക്ക് വിശ്വാസമായിരുന്നു അങ്ങനെ ഒരു സീൻ എടുക്കാൻ? പിന്നെ സംശയം എന്താണ്, കാരണം നീ ചാടിക്കൂടാൻ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ചാടി, പുള്ളി പിടിച്ചില്ല, ഞങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ച് വീണു. അതാണ് ആ ഷോട്ട് വെച്ചേക്കുന്നത്. പക്ഷെ ഹോൾഡ് ചെയ്തു, എന്നെ സേഫ് ആക്കിയിട്ടാണ് ഞങ്ങൾ മറിഞ്ഞു വീണത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ അത്ര തന്നെ വെയിറ്റുള്ള തേങ്ങാക്കൊലയുണ്ട്. ഇത് രണ്ടും കൂടെയാണ് പിടിച്ചിട്ട് വേണം ചാടാൻ വേണ്ടി. അപ്പോൾ ഇത് വന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിലൊന്നും കൊള്ളുകയും ചെയ്യരുത്. അങ്ങനെ കുറച്ച്, പക്ഷേ ഒറ്റ ഷോട്ടിൽ തന്നെ അത് കിട്ടി. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് അതാണ്, ഒറ്റ ഇതിൽ കിട്ടണമെന്ന്. കാരണം അത് വേണുചേട്ടന് പ്രത്യേകം താങ്ക്സ് പറയുകയാണ്. ഒറ്റ ഇതിൽ തന്നെ അത് വർക്കൗട്ടായി എന്നുള്ളതാണ്. കാരണം റീറ്റേക്ക് പോയാൽ ചിലപ്പോൾ ഒന്നുകൂടെ, കാരണം ഇതിൻ്റെ മേളിൽ കയറിയിട്ട് താഴേക്ക് നോക്കിയപ്പോൾ എൻ്റെ കൈയും കാലും പറിച്ചു. താഴെ നോക്കിയപ്പോൾ ഒരു ചെറിയ എങ്ങാണേലും മേളിൽ ചെന്നിട്ട് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഞാൻ. ദിലീപേട്ടൻ പറയുന്നുണ്ട് താഴെ നിന്ന്, അവൻ്റെ സൈസിന് അത് 10 നില കിട്ടണോ കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു കൂട്ടമുണ്ട്, സലീമേട്ടനുണ്ട്, അപ്പോൾ അതുപോലെ ജാഫർ ഇടുക്കി, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ സിനിമയിലുണ്ട്. എങ്കിൽ പോലും ഈ ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ ചേട്ടൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആ കഥാപാത്രം അത് ചെയ്യണം, എനിക്ക് വേണ്ടി വന്ന ക്യാരക്ടറാണോ എന്ന് ശ്രദ്ധിക്കാറുണ്ട്. ചില കഥാപാത്രങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആയിരിക്കില്ല, വേറെ ആൾ ചെയ്താലും അങ്ങനെ വരും. പക്ഷേ ചില കഥാപാത്രങ്ങൾ ഞാൻ തന്നെ ചെയ്യുന്നത് ഡിമാൻഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്കിത് തോന്നി. ഇതിനകത്തൊരു കാര്യമുണ്ട് ഞാൻ വരുന്നതിനകത്ത്. അത് തന്നെയാണ്, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ, ഒരു സീനുണ്ടെങ്കിലും അതിപ്പം ത്രൂ ഔട്ട് മെയിൻ റോള് കിട്ടണം അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരു സീനുണ്ടെങ്കിലും അത് നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നതാണോ, നമുക്ക് ഇണങ്ങുന്നതാണോ, നമ്മളവിടെ വരുമ്പോൾ അത് രസം ഉണ്ടാവുമോ, പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു സംഗതി നോക്കിയിട്ടാണ് അത് ചെയ്യാറുണ്ട്. ഇതിലിപ്പോൾ ഡാൻസ് നമ്പറൊക്കെ ഉണ്ട്. ചേട്ടൻ്റെ ഒരു ഡാൻസ് നമ്പർ എന്തുകൊണ്ട് സംഭവിച്ചില്ല? പ്രഭുദേവിക്കൊക്കെ അഭിനയിച്ച ഒരാളല്ലേ, 2 ഡാൻസ് നമ്പറൊക്കെ പ്രതീക്ഷിക്കാൻ? അത്ഭുത ദ്വീപിൽ എനിക്ക് സ്റ്റെപ്പ് ഇട്ട് തന്നിട്ട് കലാമാസ്റ്റർ താടിക്ക് കൈ കൊടുത്ത് നിൽക്കുന്ന ആ രംഗം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതോടുകൂടി ഞാൻ ഒളിച്ചിരിക്കാറ് ഈ ഡാൻസ് വരുന്ന സമയത്ത് മാത്രം. കാരണം കഴിയുന്നത് ഈ എന്താ പറയുന്നത് മൂവ്മെൻറ്റുകൾ അധികം കാല് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഞാൻ മിക്കവാറും ഓടി ഒളിക്കാറുണ്ട് കുറച്ചൊക്കെ. അതെ,
പിന്നെ ഈ ഫ്രണ്ടിൽ ഫോർഗ്രൗണ്ടിലൊക്കെ നിർത്തി എന്തെങ്കിലുമൊക്കെ എന്നെ കാണിപ്പിക്കാറുണ്ട്. സേഫ്റ്റിക്ക് ഇയാളുണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാസ്റ്റേഴ്സ്, അതിൻ്റെ കൂടെ അങ്ങ് പോകും. ഇതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവായതാണോ? അല്ല, ഇപ്പം ഞാൻ ഒരു പടം മെയിൻ റോള് ചെയ്യുന്നൊരു പടം ഷൂട്ട് നടക്കുന്നുണ്ട്. എൻ്റെ ഏതാണ്ട് ജോലികളെല്ലാം പൂർത്തിയായി. ആ പടത്തിൻ്റെ പേര് 916 കുഞ്ഞൂട്ട് എന്ന. അതിൽ ചെറിയ മൂവ്മെൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ തമിഴ് സിനിമയെ കുറിച്ച് പറയുമ്പം വിജയ്ക്കൊപ്പം കവൽ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചപ്പം ആ സെറ്റിലുണ്ടായിരുന്നവർ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എപ്പോഴും പക്രുയുടെ കൂടെ ആയിരിക്കും ഉണ്ടാവുക വിജയ്. ഇവർ ഒരേ സംസാരമാണ്, എന്താണ് സംസാരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അല്ല, ആദ്യം ഈ അദ്ദേഹത്തിന് ഞാൻ തന്നെ ക്യാരക്ടർ ചെയ്യണം എന്നൊരാഗ്രഹം വിജയ് സാറ് സിദ്ദിഖ് സാറിനോട് പറഞ്ഞതായിട്ട് എന്നോട് സിദ്ദിഖ് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വന്നപ്പോൾ തൊട്ട് അദ്ദേഹത്തിന് എന്നോടൊരു പ്രത്യേക കരുതലും സ്നേഹമൊക്കെ ഉണ്ട്. സെറ്റിലേക്ക് വരുമ്പോൾ ഓക്കെയാ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, ഓക്കെയാ, ഭക്ഷണം കഴിച്ചോ, അങ്ങനെയൊക്കെ തുടങ്ങി ഞങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എൻ്റെ തമിഴ് അദ്ദേഹം മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം എൻ്റെ തമിഴ് ഭയങ്കര തമിഴാണല്ലോ, മലയാളം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ കോളേജ് ക്യാമ്പസിലാണ് ഷൂട്ട്. അപ്പോൾ ഷൂട്ടിങ്ങിൽ ഇല്ലാത്ത സമയത്തൊക്കെ അല്ലെങ്കിൽ ബ്രേക്ക് ടൈമിലൊക്കെ അദ്ദേഹം ക്യാരവാനിലോട്ട് പോകാത്ത സമയത്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നെപ്പറ്റി കൂടുതൽ ചോദിക്കുക, നമ്മുടെ മലയാള ഇൻഡസ്ട്രിയെ പറ്റിയും എൻ്റെ ഈ മിമിക്രി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ കൂടുതൽ അറിയാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതം അറിയാൻ വേണ്ടി. അപ്പോൾ ആ ചെറിയ സമയത്തിനുള്ള എനിക്കറിയാവുന്ന രീതിയിൽ അദ്ദേഹത്തോട് പറയാനും അത് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു സ്നേഹബന്ധം തുടരാനും സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ ചേട്ടൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ മകളുമായിട്ട് ഭയങ്കരമായിട്ടൊരു ബോണ്ട് കാണാറുണ്ട്. ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്താലും അതിൽ ഷുവറായിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ മകളാണെന്നുള്ളത്. നന്നായിട്ടുണ്ടെന്നുള്ളതല്ല, അതുപോലെ തന്നെ ഇപ്പോൾ ഇച്ചിരി ആള് തിരിച്ചറിവൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ക്രിട്ടിസൈസിങ്ങും തുടങ്ങി. അതെന്താ വെച്ചാൽ അങ്ങനെ കാണിച്ച് അത്രയും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കുട്ടിക്കാലം തൊട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ലൈനിൽ വന്നതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് ഭയങ്കര രസമാണ്. ഇപ്പം മോളുടെ മെയിൻ പരിപാടി ഇളയ ആളുമായിട്ടുള്ള ആ ആൾ വന്നിട്ട് എന്നെ കൈകാര്യം ചെയ്യുന്നത് കണ്ട് എൻജോയ് ചെയ്യുക. അതായത് ചെറിയ ആളിപ്പോൾ അവളുടെ കൂടെയുള്ളവരെ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഫ്രണ്ടായിട്ട് അവൾ കാണുന്നത്. അപ്പം ഞാൻ മൂത്തയാളോട് പറഞ്ഞു, കണ്ട ഇങ്ങനെയായിരുന്നു നീ കുട്ടിക്കാലത്ത് എന്നോടെന്ന് പറയാറുണ്ടായിരുന്നു. അതുപോലെ ഈ വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇതിലും വിവാഹമൊക്കെ പറയുന്നുണ്ട്, ഒരു ചർച്ചയാവുന്നുണ്ട് സിനിമയിൽ, വിവാഹം കഴിഞ്ഞുള്ള ജീവിതമൊക്കെ. അപ്പോൾ ചേട്ടൻ്റെ ഒരു വിവാഹം എന്ന് പറയുന്നത് ഈ അത്ഭുത ദ്വീപിന് ശേഷം അത് അങ്ങനെ സംഭവിച്ചത് ആയിരുന്നു? അത് അത്ഭുത ദ്വീപിന് ശേഷമായിരുന്നു ചേട്ടൻ ഈ മാരേജിനെ കുറിച്ച് സംവിധായകൻ വിനയനോട് സംസാരിക്കുന്നു. അങ്ങനെയായിരുന്നോ ഈ മാരേജിലേക്ക് പോകുന്ന ഒരു തീരുമാനത്തിലേക്ക് ചേട്ടൻ എത്തുന്നത്? അല്ല, അങ്ങനെയല്ല. കാരണം അതിന് മുമ്പ് ജോക്കറൊക്കെ ചെയ്യുന്ന സമയം തൊട്ട് ഞാൻ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ബഹദൂർക്കയാണ് എന്നോട് പറഞ്ഞത്, നീ കല്യാണം കഴിക്കണം, നിനക്ക് കുട്ടികളുണ്ടാവണം, ആ കുട്ടിയെ നീ നന്നായിട്ട് പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കണം എന്നൊക്കെ എന്നോട് ബഹദൂർക്ക പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്ഭുതദ്വീപ് കഴിഞ്ഞതിന് ശേഷം വിനയൻ സാറൊക്കെ പറഞ്ഞു, ഇനിയിപ്പോൾ ഹീറോ ആയല്ലോ, ഇനി ഈ പറഞ്ഞ പോലെ അത്ഭുതദ്വീപിലെ പെൺകുട്ടികളൊക്കെ ഈ എന്താ പറയുക, ഞാൻ കെട്ടും എന്നൊക്കെ പറയുന്ന പോലെ ആരെങ്കിലുമൊക്കെ വരൂടാ എന്നൊക്കെ തമാശ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ കല്യാണം വളരെ സ്വാഭാവികമായി നടന്നു. അതിന് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷെ അത്ഭുതദ്വീപിലെ ഏതാണ്ട് 10-60 ആളുകളോളം അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ചു. ഈ ഒരു സിനിമ കാരണം തന്നെ. കാരണം അത്രയും എല്ലാവരും തന്നെ താരങ്ങളായി. അവരൊക്കെ കല്യാണം വിളിച്ചിട്ടുണ്ട് എന്നെ. ചിലതിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ചിലതിന് പോകാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് പേരുടെ, ചെറിയ മനുഷ്യരുടെ ജീവിതം മാറ്റിമറിച്ച സിനിമ തന്നെയാണ് അത്ഭുതദ്വീപ്. എല്ലാ തരത്തിലും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണെങ്കിലും ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. അത് പറയുമ്പോഴാണ് ഈ ഒരു നായകനാകണം അല്ലെങ്കിൽ ഒരു അഭിനയിക്കാൻ പോകുന്ന ഒരാൾ അയാൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊരു സ്ട്രക്ചർ എടുത്ത് വെച്ച് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതായിരിക്കണം, ഇത്ര ഉയരം, ഇത്ര നിറം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ അതായിരിക്കും നായകൻ എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് അതൊക്കെ മാറ്റിമറിച്ച് ഒരു സിനിമ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ചേട്ടൻ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ ഒരു പോസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു, ഒരിക്കലും ഈ കുറവുകളെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നതും അത് ഈ കുട്ടികളെ പോലെ എത്രമാത്രം അത് വേദനിപ്പിക്കുന്നുള്ളത് ചേട്ടൻ ഒരുപാട് എഴുതിയിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിട്ടുണ്ട്. അല്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ കാലം ഇങ്ങനെ അപ്ഡേറ്റ് ആവും. നമ്മുടെ അഭിരുചി അപ്ഡേറ്റ് ആവുന്ന പോലെ നമ്മൾ അപ്ഡേറ്റ് ആവുന്ന പോലെ തന്നെ കാലത്തിനുണ്ട്. അപ്പോൾ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു, ഇപ്പോൾ അത് മാറിയില്ലേ, ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ എന്നെ വെച്ചിപ്പോൾ ഒരു സിനിമ ചെയ്ത് അത് പുതുമയാണെന്ന് കാണുന്ന ഒരു കാലത്തിലേക്ക് വന്നു. അതിനകത്തൊരു പ്രത്യേകിച്ച് കുറവുകളോ കാര്യങ്ങളൊന്നുമില്ല. ആ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരത് ഏറ്റെടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പുതുമയാണ് ഇപ്പോൾ ആവശ്യം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.
പിന്നെ നമ്മുടെ കുറവുകളെ പറ്റി അല്ലെ നമ്മുടെ പ്രതിസന്ധികളെ പറ്റിയൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നാൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. അതെപ്പോഴും ഒരു സൈഡിലുണ്ടാവും. അതിനെ അങ്ങനെ നിർത്തിക്കൊണ്ട് ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളൂ. അപ്പോൾ അതിന് ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അതിന് കുറച്ച് ക്ഷമ വേണം, കുറച്ച് ഭാഗ്യം വേണം, പിന്നെ കുറച്ച് സഹായങ്ങൾ വേണം, സുഹൃത്തുക്കളുടെയൊക്കെ ചില പ്രോത്സാഹനങ്ങൾ വേണം, എല്ലാം വേണം. ഈവൻ നിങ്ങളുടെയൊക്കെ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ മീഡിയ സുഹൃത്തുക്കളുടെ വരെ സപ്പോർട്ട് ആവശ്യമില്ലേ ഒരു കലാകാരന് മുന്നോട്ട് പോകാൻ, അല്ലേ? അത്ര ചേട്ടൻ ഇപ്പോൾ ആക്ട് ചെയ്യുന്നതാണെങ്കിലും സംവിധാനമാണെങ്കിലും ഇതെല്ലാം കാണുമ്പോഴും ചേട്ടൻ ചെയ്യുന്ന, അതായത് ഒരു മധുരപ്രതികാരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം ആ സമയത്തൊക്കെ ചേട്ടൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളത് അമ്മയാണ് എന്ന് ചേട്ടൻ പറയാറുണ്ടായിരുന്നു പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലും. അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇവരെ കൊണ്ടൊക്കെ ഞാൻ നാളെ ഒരു നാൾ കൈയടിപ്പിക്കും എന്നൊരു ചിന്തയിൽ നിന്നായിരുന്നു ചേട്ടൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മധുരപ്രതികാരമൊന്നുമില്ല. നമുക്ക് സ്വയം രക്ഷപ്പെടണം, സ്വയം മെച്ചപ്പെടണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എല്ലാം നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇപ്പം കുട്ടിക്കാലത്താണെങ്കിലും അമ്മ പറയാറുണ്ട്, നമ്മൾ ഒരു സ്റ്റേജ് കയറി നിൽക്കുമ്പോഴും ഇപ്പോൾ ഒരു മോണാക്ട്, ഒരു മിമിക്രി, എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ മാക്സിമം നന്നായിട്ട് ചെയ്യണം. ഫസ്റ്റ് കിട്ടുമോ സെക്കൻഡ് കിട്ടുമോ പിന്നത്തെ കാര്യം. അത് തന്നെയാണ് പിന്നീട് ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്ത് ചെയ്താലും അത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇൻ്റർവ്യൂ പോലും ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് കൃത്യമായിട്ട് മറുപടി പറയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിനകത്ത് നമ്മൾ നന്നായിട്ട് ചെയ്യാമെന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സിനിമയിൽ കഥാപാത്രത്തിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പരമാവധി നമുക്ക് എങ്ങനെ നന്നാക്കാൻ പറ്റും അത് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ചില എന്താ പറയുന്നത് ഇതിലുമുണ്ട്, ചെറിയ കുഞ്ഞു റിസ്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ പടത്തിന് വേണ്ടിയിട്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു ക്യാരക്ടറല്ലേ, അപ്പോൾ അത് പരമാവധി നമ്മൾ നോക്കുക എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ചേട്ടാ, അപ്പോൾ ഈ ഒരു സിനിമ വലിയ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബശ്രീയും കുഞ്ഞാടും എന്ന സിനിമ ഈ വരുന്ന 31-ാം തീയതി റിലീസാവുന്നു. എല്ലാവരും കുടുംബസമേതം സിനിമ കാണണം, വിജയിപ്പിക്കണം.